മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിൽ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളിനു നേരെ +1 വിദ്യാർത്ഥി വധഭീഷണി നടത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. 1800-ലധികം വീടുകൾക്കായുള്ള ടാർഗറ്റാണ് കേന്ദ്രം തൃത്താല ബ്ലോക്കിന് നൽകിയിട്ടുള്ളത്. എന്നാൽ 350 പേരെ പരിഗണിച്ച് ബാക്കിയുള്ള അപേക്ഷകരെ തള്ളിക്കളയാനുള്ള ഗൂഢാലോചനയാണ് തൃത്താല ബ്ലോക്ക് ഭരണസമിതിയും മന്ത്രിയും നടത്തുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആരോപിച്ചു. 350 പേർക്ക് ഒന്നാം ഗഡു വിതരണം ചെയ്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും 160 പേർക്ക് മാത്രമാണ് നാളിതുവരെ തുക ലഭിച്ചിട്ടുള്ളത്. കേന്ദ്രം നൽകിയ ടാർഗറ്റ് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ അപേക്ഷ ഉടൻ സ്വീകരിക്കാനും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് മനോജ്, V. രാമൻകുട്ടി, K. നാരായണൻകുട്ടി, KC കുഞ്ഞൻ, രാജൻ NP, VB മുരളീധരൻ, കൃഷ്ണദാസ് ഭാഗവ, സുന്ദരൻ പരുതൂർ, രതീഷ് E, ചന്ദ്രൻ KP, സുരേഷ് P, വിഷ്ണു OV എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു കുട്ടി ഒരു പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ കമ്മീഷൻ നേരിട്ട് ഇടപെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്കൂൾ സന്ദർശിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഒരു ഷോർട്ട് ടേം പ്ലാനും പിന്നെ ഒരു ലോങ് ടേം പ്ലാനുമായിട്ട് എല്ലാ തരത്തിലും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള DD അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. CCTV ന്യൂസ് തൃത്താല.